ഹലോ എവ്രി വൺ, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഇറിഗേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ തേർഡ് പാർട്ടാണ്. ലാസ്റ്റ് 2 വീഡിയോസിലും നമ്മൾ 30 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. ഇതിനകത്തും ഒരു 30 ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഡിഫറൻസ് ഇൻ ദ ലെവൽസ് ഓഫ് ദ വാട്ടർ സർഫസ് ബിറ്റ്വീൻ ദ അപ്സ്ട്രീം ആൻഡ് ദ ഡൗൺ സ്ട്രീം ഓഫ് എ ബ്രിഡ്ജ് ഈസ് കോൾഡ് ആസ്. എഫ്ലെക്സ് ആണ് ആൻസർ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. വാട്ടർ സർഫസിൻ്റെ ലെവൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ കാരണം റൈസ് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന റൈസിനെ പറയുന്നത് അഫ്ലെക്സ് എന്നാണ്. ഓപ്ഷനിൽ വേറൊരു പുതിയ ടേം തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് വെൻറ്റ് വേ. അതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കൾവേർട്ട് വിച്ച് ഈസ് ഹാവിങ് എ ലെങ്ത് ലെസ് ദാൻ 1 മീറ്ററിനെ പറയുന്ന പേരാണ് വെൻറ്റ് വേ. നമുക്കറിയാം കൾവേർട്ട്സ് അപ് ടു 6 മീറ്റർ ലെങ്ത് മാത്രമേ കൊടുക്കാറുള്ളൂ. വെൻറ്റ് വേ എന്ന് പറയുന്നത് 1 മീറ്ററിനേക്കാളും കുറച്ച് ലെങ്തുള്ള കൾവേർട്ടിനെ പറയുന്ന പേരാണ്. Next question: the rise in the water level in the upstream of a structure after construction of a pier or barrage. Again, rise in the water level. So the answer is afflux. Heading above water above its normal level at a bridge is called as. സെയിം തന്നെ, പക്ഷെ ഡെഫിനിഷൻ വേറെ ആയിട്ട് വെച്ച് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ആൻസർ ഈസ് afflux. FRL stands for. FRL നമുക്കറിയാം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കനാലാണ്. കനാലിൻ്റെ പോർഷൻസിൻ്റെ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇറ്റ് മീൻസ് ദ ഫുൾ റിസർവോയർ ലെവൽ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ നോൺ ഗവൺമെൻറ് ചാനൽ? തന്നിരിക്കുന്നതിൽ ഏതാണ് നോൺ ഗവൺമെൻറ് ചാനൽ? ഡിസ്ട്രിബ്യൂട്ടറീസ്, ഫീൽഡ് ചാനൽ, ബ്രാഞ്ച് ചാനൽ, മെയിൻ ചാനൽ. ആക്ച്വലി ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ടറീസ്, ബ്രാഞ്ച് ചാനൽ, മെയിൻ ചാനൽ ഇതെല്ലാം ഇതിൻ്റെ ഡിസ്ചാർജ് നമുക്ക് ഒരു വിധത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ എത്ര ഡിസ്ചാർജ് ഉണ്ടാവുമെന്ന് നമുക്ക് നേരത്തെ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷേ ഫീൽഡ് ചാനൽ അല്ലെങ്കിൽ വാട്ടർ കോഴ്സസ് എന്ന് പറയുന്നത് ഫീൽഡിലേക്ക് വാട്ടർ എത്തിക്കാനുള്ള പൈപ്പ് സിസ്റ്റമാണ്. അപ്പോൾ അതൊരു നോൺ ഗവൺമെൻറ് ചാനൽ ആണ്. സോ ദ ആൻസർ ഈസ് ഫീൽഡ് ചാനൽ. Next question: in super passage the FSL of a canal is. സൂപ്പർ പാസേജ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്ട്രീം കനാലിൻ്റെ മുകളിലൂടെ ഒഴുകുന്ന കണ്ടീഷനെ പറയുന്ന പേരാണ് സൂപ്പർ പാസേജ്. ഇത് സ്ട്രീമാണെന്ന് ഇമാജിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറഞ്ഞാൽ കനാലിൽ മാക്സിമം വാട്ടറുള്ള സമയത്ത് കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ എപ്പോഴും സ്ട്രീമിൻ്റെ ബോട്ടത്തിൽ നിന്നും താഴെ ആയിരിക്കും. അതിന് പറയുന്ന പേരാണ് സൂപ്പർ പാസേജ്. സോ ദ ആൻസർ ഈസ് ലോവർ ദാൻ ദ ബോട്ടം ഓഫ് ദ നാച്ചുറൽ ഡ്രെയിനേജ്. സീപ്പേജ് ഓഫ് വാട്ടർ ത്രൂ ദ ബോഡി ഓഫ് എ ഡാം ഈസ് കോൾഡ് ആസ്. ഡാമിൻ്റെ ബോഡിയിലൂടെ വാട്ടർ സീപ്പ് ചെയ്യുന്ന പോകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് പെർക്കൊലേഷൻ. Next question: cross drainage works are not required when the canal is completely. ഇത് കുറേ 2 വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞു. കനാൽ എങ്ങനെ അലൈൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കനാൽ ബേസ്ഡ് ഓൺ ദിയർ അലൈൻമെൻറ്റ്, അതൊക്കെ നമ്മൾ കണ്ടതാണ്. സോ ദ ആൻസർ ഹിയർ ഈസ് റിഡ്ജ് കനാലാണ്. റിഡ്ജിന് അലോങ് ആയിട്ട് നമ്മൾ കനാൽ കൺസ്ട്രക്ട് ചെയ്താൽ ക്രോസ് ഡ്രെയിനേജ് സ്ട്രക്ചറിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം നാച്ചുറൽ സ്ട്രീം എപ്പോഴും ഡൗൺ ദ വാലി ആയിരിക്കും മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാച്ചുറൽ ഡ്രെയിനേജ് എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ടായിരിക്കുമല്ലോ മൂവ് ചെയ്യുന്നത്. അപ്പോൾ റിഡ്ജ് പോർഷനിൽ നമ്മൾ കനാൽ കൺസ്ട്രക്ട് ചെയ്താൽ അത് ഒരിക്കലും നാച്ചുറൽ സ്ട്രീമിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ക്രോസ് ഡ്രെയിനേജ് സ്ട്രക്ചേഴ്സിൻ്റെ ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ജെറ്റ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ഓവർ എ ഓഗി സ്പിൽവേ. ഓഗി സ്പിൽവേയുടെ മുകളിലൂടെ പോകുന്ന ജെറ്റ് ഓഫ് വാട്ടറിന് പറയുന്ന പേര് ഇറ്റ് ഈസ് കോൾഡ് ആസ് നാപ്പേ. എനർജി പൊസസ്ഡ് ബൈ വാട്ടർ സ്റ്റോർഡ് ഇൻ എ റിസർവോയർ. റിസർവോയറിൽ വാട്ടർ നമ്മൾ കെട്ടി നിർത്തുമ്പോൾ അത് പൊസസ് ചെയ്യുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജി. ഇൻ ലൈൻഡ് കനാൽ ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ ഡിക്രീസസ്, velocity of flow increases, resistance to flow increases, velocity of flow decreases, both increases, none of this. ആൻസർ എന്ന് പറയുന്നത് ലൈൻഡ് കനാലിൽ റെസിസ്റ്റൻസ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ വെലോസിറ്റി ഓഫ് ഫ്ലോ കൂടുതലും ആയിരിക്കും.
ഇൻ കേസ് ഓഫ് ലെവൽ ക്രോസിങ്ങിൻ്റെ കേസ്, ലെവൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രെയിനേജും കനാലും സെയിം ലെവലിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന ക്രോസ് ഡ്രെയിനേജ് സ്ട്രക്ചറാണ് ലെവൽ ക്രോസിംഗ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് ബെഡ് ലെവൽ ഓഫ് ദി കനാൽ ആൻഡ് ദാറ്റ് ഓഫ് ദി ഡ്രെയിനേജ് ആർ അറ്റ് ദ സെയിം ലെവൽ. The distributary head regulators are provided. ഡിസ്ട്രിബ്യൂട്ടറി ഹെഡ് റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ നോർമലി ഹെഡ് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു മെയിൻ കനാലിൽ നിന്നും ഓഫ് ടേക്കിംഗ് കനാലിലേക്ക് വാട്ടറിനെ സപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് ഓഫ് ടേക്കിംഗ് കനാലിലോട്ട് പോകുന്ന വാട്ടർ സപ്ലൈയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വേറൊരു രീതിയിൽ സിൽറ്റും ഓഫ് ടേക്കിംഗ് കനാലിലേക്ക് പോകുന്ന സിൽറ്റിനെയും കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മളൊരു കൺട്രോൾഡ് വേയിൽ വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിസ്ചാർജ് മെഷർ ചെയ്യാനും ഓഫ് ടേക്കിംഗ് കനാലിലേക്ക് പോകുന്ന ഡിസ്ചാർജ് മെഷർ ചെയ്യാനും കഴിയും. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദിസ്. When bed level of the canal is higher than the high flood level of the drainage, then the structure is said to be. ഇത് നമ്മുടെ ഡ്രെയിനേജ് ആണെന്ന് വിചാരിക്കുക. ഇത് ഡ്രെയിനേജിന് മാക്സിമം ഫ്ലഡ് വരുന്ന സമയം, അതായത് ഹൈ ഫ്ലഡ് ലെവൽ. കനാലിൻ്റെ ഇത് കനാൽ ബെഡ് എന്ന് പറയുന്നത് ഹൈ ഫ്ലഡ് ലെവലിനേക്കാളും മുകളിൽ നിൽക്കുകയാണ്. അതായത് കനാൽ കംപ്ലീറ്റ്ലി ഓവർ ദ നാച്ചുറൽ ഡ്രെയിനേജ് അല്ലെങ്കിൽ സ്ട്രീമാണ്. ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് അക്വിഡക്റ്റ്. നിങ്ങളുടെ ഇറിഗേഷൻ സബ്ജക്റ്റിൽ നിങ്ങൾ വേറെ ടോപ്പിക് ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ക്രോസ് ഡ്രെയിനേജ് സ്ട്രക്ചേഴ്സ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ബേസ്ഡ് ഓൺ ദെയർ വാട്ടർ ലെവൽ, അതുപോലെ ബേസ്ഡ് ഓൺ ദെയർ പൊസിഷൻ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിനകത്ത് നിന്ന് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ ഇതിനകത്ത് പിന്നെയും ആഡ് ചെയ്യാത്തതാണ്. സൂപ്പർ പാസേജിൻ്റെ ഡെഫിനിഷൻ, അക്വിഡക്റ്റിൻ്റെ ഡെഫിനിഷൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. The raised portion provided in the canal side of the service road of a vehicle running on it is known as. നമ്മളിത് പറഞ്ഞതാണ് ഓൾറെഡി. ഡോവലാണ് ആൻസർ. കനാലിൻ്റെ സർവീസ് റോഡ്, കനാൽ ക്രോസ് സെക്ഷനിലെ പോർഷനിൽ കവർ ചെയ്താണ്. കനാലിൻ്റെ സർവീസ് റോഡിലൂടെ വെഹിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ അത് കനാലിലേക്ക് മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ ഒരു റേസ്ഡ് സർവീസ് റോഡിൽ അറ്റത്തൊരു റേസ്ഡ് ആയിട്ടുള്ളൊരു പോർഷൻ പണിയും. അതിനെ പറയുന്ന പേരാണ് ഡോവൽ. The dam consists of a number of piers dividing the space to be dammed into a number of spans is called as a buttress dam. ഡിഫറെൻറ്റ് പയർ അല്ലെങ്കിൽ ബട്രസ് കൺസിഡർ ചെയ്ത് ഓൾ സ്പാൻ ഓഫ് ദി ഡാമിനെ ഡിഫറെൻറ്റ് സ്പാൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് ബട്രസ് ഡാം. Next question. The outlet in which the discharge is affected by the fluctuations in the water level of the distributing channel, while fluctuations in the water level of the field channel do not have any effect on the discharge is called as. ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കനാൽ ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞ പോർഷനിൽ നിന്നാണ്. ആക്ച്വലി നമ്മുടെ വീഡിയോയിൽ ഞാൻ കനാൽ ഔട്ട്ലെറ്റ് എന്താണെന്ന് ഡെഫിനിഷൻ മാത്രം പറഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കനാൽ ഔട്ട്ലെറ്റ് പറഞ്ഞില്ല. എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, PSC ചോദിക്കില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായി അത്രയും ലെവൽ വരെ പോയിട്ടുണ്ട്. ഇത് ആക്ച്വലി കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കനാൽ ഔട്ട്ലെറ്റിനെ പറ്റിയിട്ട് ഒന്ന് പറയാം. കനാൽ ഔട്ട്ലെറ്റിൻ്റെ ഡെഫിനിഷൻ ഓൾറെഡി വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കനാൽ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറീസിൽ നിന്നും വാട്ടർ ചാനലിലേക്ക് വാട്ടർ വരുമ്പോൾ, അതായത് ടോട്ടൽ ആ കനാൽ സിസ്റ്റത്തിൽ നിന്നും ഫീൽഡ് ചാനലിലേക്ക് അല്ലെങ്കിൽ വാട്ടർ കോഴ്സസിലേക്ക് വാട്ടർ വരുമ്പോൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. അതായത് ഡിസ്ട്രിബ്യൂട്ടറിയിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ടറികളുടെ ഔട്ട്ലെറ്റ് ടുവേർഡ്സ് ദ ഫീൽഡ് ചാനലാണ് കനാൽ ഔട്ട്ലെറ്റ്സ് എന്ന് പറയുന്നത്. അവരെ വേണമെങ്കിൽ സ്ലൂയിസ് എന്ന് പറയാം, അല്ലെങ്കിൽ മൊഡ്യൂൾ എന്ന് പറയാം. ഇതൊക്കെയാണ് അവരുടെ വേറെ പേര്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കനാൽ ഔട്ട്ലെറ്റ്സ് പറഞ്ഞാൽ ഒന്ന് നോൺ മോഡുലാർ ഔട്ട്ലെറ്റ്, സെമി മോഡുലാർ ഔട്ട്ലെറ്റ്, റിജിഡ് മോഡുലാർ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ സിംപ്ലി മോഡുലാർ ഔട്ട്ലെറ്റ്. ഈ മൂന്നെണ്ണമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കനാൽ ഔട്ട്ലെറ്റ് വരുന്നത്. നോൺ മോഡുലാർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ നോൺ മോഡുലാർ ഔട്ട്ലെറ്റിൽ ഡിസ്ചാർജ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിഫറൻസ് ഇൻ ദ വാട്ടർ ലെവൽ ബിറ്റ്വീൻ ദ ഡിസ്ട്രിബ്യൂട്ടറി ചാനൽ ആൻഡ് ദ വാട്ടർ കോഴ്സ് ആണ്. പക്ഷേ സെമി മോഡുലാർ ഔട്ട്ലെറ്റ്സ് വരുമ്പോൾ അതിൽ ഡിസ്ചാർജ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ വാട്ടർ ലെവൽ ഇൻ ദ ഡിസ്ട്രിബ്യൂട്ടറി ചാനൽ
ഇറ്റ് ഈസ് അൺഅഫക്റ്റഡ് ബൈ ദ വാട്ടർ ലെവൽ ഇൻ ദ വാട്ടർ കോഴ്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സെമി മോഡുലാർ ഔട്ട്ലെറ്റ് ആണ്. അതേപോലെ മോഡുലാർ ഔട്ട്ലെറ്റ് ആണെങ്കിൽ ഈ രണ്ട് അതായത് ഡിസ്ട്രിബ്യൂട്ടറി ചാനലിലെ അല്ലെങ്കിൽ വാട്ടർ കോഴ്സിൻ്റെയും വാട്ടർ ലെവലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല മോഡുലാർ ഔട്ട്ലെറ്റിലൂടെ വരുന്ന ഡിസ്ചാർജ്. മോഡുലാർ ഔട്ട്ലെറ്റിൻ്റെ വേറൊരു പേരാണ് റിജിഡ് മൊഡ്യൂൾസ് അല്ലെങ്കിൽ റിജിഡ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നോൺ മോഡുലാർ ഔട്ട്ലെറ്റ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് സബ്മർജ്ഡ് പൈപ്പ് ഔട്ട്ലെറ്റ്. ഈ ഓപ്ഷനിൽ നമുക്ക് കാണാം സബ്മർജ്ഡ് പൈപ്പ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ മോഡുലാർ ഔട്ട്ലെറ്റ് ആണ്. അതേപോലെ തന്നെ മേഷനറി സ്ലൂയിസ് അതൊക്കെ നോൺ മോഡുലാർ ഔട്ട്ലെറ്റ്സ് ആണ്. സെമി മോഡുലാറിന് എക്സാമ്പിൾ വരുന്നത് പൈപ്പ് ഔട്ട്ലെറ്റ്, വെഞ്ചുറി ഫ്ലൂം എക്സെട്ര. മോഡുലാർ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ റിജിഡ് മൊഡ്യൂൾ ഔട്ട്ലെറ്റ്സിന് എക്സാമ്പിളാണ് ഗിബ്സ് മൊഡ്യൂൾ. സോ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കനാൽ ഔട്ട്ലെറ്റിൽ പറയാനുള്ളത്. സോറി ഞാനിത് വീഡിയോയിൽ സ്കിപ്പ് ചെയ്തതിന്. ദ ഡാം വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് to store water during flood and release it gradually at the safe rate when the flood recedes is called as. നമുക്കറിയാം ഡിറ്റൻഷൻ ഡാമാണ്. ഫ്ലഡ് ഉണ്ടാകുമ്പോൾ വാട്ടറിനെ തടഞ്ഞു നിർത്തുകയും പിന്നീട് ഫ്ലഡ് കുറയുമ്പോൾ സേഫായിട്ട് വാട്ടറിനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡാമാണ് ഡിറ്റൻഷൻ ഡാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാം ബേസ്ഡ് ഓൺ ദെയർ പർപ്പസിൽ നമ്മളിത് കണ്ടതാണ്. എ ക്രോപ്പ് റിക്വയർ 92 centimeter total depth of water on the crop period of 120 days. Then duty of the water is നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഈക്വൽ ടു 864 B divided by D ആണ്. where delta in centimeter, B in number of days and duty that what we have to find in this question in hectares per cubic. അപ്പോൾ ഇതിനകത്ത് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ തന്നിട്ടുണ്ട് 92 centimeter, മീറ്റർ ബേസ് പീരീഡ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ക്രോപ്പ് പീരീഡ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 120. അങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടി കണ്ടുപിടിക്കുക. ഡ്യൂട്ടി വിൽ ബി അപ്രോക്സിമേറ്റ്ലി 1126.9 ആണ്. സോ ദ ആൻസർ ഇസ് 1127 hectares per cubic. The passage provided throughout the length of the dam near its upstream side for the inspection of the dam structure is called as. നമുക്കറിയാം ഡാം സ്ട്രക്ചറിൻ്റെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ദ ലെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടണൽ ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് അല്ലെങ്കിൽ ഒരു പാസേജിന് പറയുന്ന പേരാണ് ഡ്രെയിനേജ് ഗാലറി. A structure constructed at the head entrance of the canal to control the flow of water. കനാലിൻ്റെ ഹെഡിൽ അല്ലെങ്കിൽ എൻട്രൻസിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേര് ഹെഡ് റെഗുലേറ്റർ. ഡിവൈഡ് വാൾ നമുക്കറിയാം അണ്ടർ സ്ലൂയിസിനും വിയറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വാളിനെ പറയുന്ന പേരാണ് ഡിവൈഡ് വാൾ. ഫിഷ് വാൾ എന്ന് പറയുന്നത് അത് വിയർ അല്ലെങ്കിൽ ഒരു ഡൈവേർഷൻ ഹെഡ് വർക്ക്സിന് എക്രൂസ് ആയിട്ട് ഔട്ട് സ്ട്രീം ഡൗൺ സ്ട്രീമിലേക്ക് ഫിഷിൻ്റെ മൂവ്മെൻറ്റിനെ അലോ ചെയ്യാനുള്ള സ്ട്രക്ചറാണ് ഫിഷ് വാൾ. Earthen dam failure is due to hydraulic failure, seepage failure, structural failure, all of this. ആൻസർ എന്ന് പറയുന്നത് all of this ആണ്. കാരണം സ്ട്രക്ചറൽ ഫെയിലിയർ ഉണ്ടാവാം, സ്ലീപ്പേജ് ഫെയിലിയർ, എർത്തേൺ മെറ്റീരിയൽ ആണ്, അതായത് സോയിൽ മെറ്റീരിയൽ ആണ്, സീപ്പേജ് ഒരുപാട് ഉണ്ടാകാം, അതുപോലെ ഹൈഡ്രോളിക്കലും ഇവർ ഫെയിലിയർ ആവാം. സോ ഓൾ ഓഫ് ദിസ് ആണ് ആൻസർ. ദ ടൈം elapsed from the first watering at the sowing to the last watering when the crop mature is called as. അറിയാം നമുക്കിതിൻ്റെ ആൻസർ. ഇറ്റ് ഈസ് ദ ബേസ് പീരീഡ് ആണ്. ഫസ്റ്റ് വാട്ടറിങ് ലാസ്റ്റ് വാട്ടറിങ് തമ്മിലുള്ള ടൈം പീരീഡിനെ പറയുന്നത് ബേസ് പീരീഡ് എന്നാണ്. ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ സോയിങ് തൊട്ട് ഹാർവെസ്റ്റിംഗ് വരെയുള്ള ടോട്ടൽ ആ ക്രോപ്പിൻ്റെ ലൈഫ് സ്പാനിനെ പറയുന്നു. അടുത്തത് ഇൻ കനാൽ സൈഫൺ ദ കനാൽ ഈസ് ദ ഫ്ലോ ഈസ് കനാൽ സൈഫൺ. കനാലിൻ്റെ സൈഫണിൽ വാട്ടറിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്നുള്ളതാണ് ക്രോസ് ഡ്രെയിനേജ് സ്ട്രക്ചേഴ്സിൻ്റെ വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒന്നുകൂടി നമുക്കിത് ഒന്ന് നോക്കാം. കനാൽ സൈഫൺ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് എ ക്രോസ് ഡ്രെയിനേജ് സ്ട്രക്ചർ ദാറ്റ് ഈസ് ക്യാരിയിങ് ദ സ്ട്രീം ഓവർ ദ കനാലാണ്. സ്ട്രീം ഓവർ ദ കനാലിനെ ക്യാരി ചെയ്യുന്ന ക്രോസ് ഡ്രെയിനേജ് സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേര് തന്നെയാണ് കനാൽ സൈഫൺ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കനാലിലെ
ഫുൾ സപ്ലൈ ലെവൽ അല്ലെങ്കിൽ FSL എന്ന് പറയുന്നത് ഈസ് എബവ് ദ ബെഡ് ലെവൽ ഓഫ് ദ സ്ട്രീം ആയിരിക്കും. അതുകൊണ്ട് തന്നെ കനാലിലൂടെ പോകുന്ന വാട്ടർ ഒരു കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് പൈപ്പിലൂടെ മൂവ് ചെയ്യുന്ന പോലെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. സോ ദ ഫ്ലോ ഈസ് പൈപ്പ് ഫ്ലോ അല്ലെങ്കിൽ ത്രൂ പൈപ്പ്. For diversion of the flood water of rivers, the type of canal constructed is. ഫ്ലഡിൻ്റെ സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം കടത്തി വിടുന്ന കനാലിനെ പറയുന്ന പേര് ഇനുണ്ടേഷൻ കനാൽസ്. വിച്ച് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് സിൽട്ട് ഇൻ ടു എ കനാൽ. കനാലിലേക്കുള്ള സിൽട്ട് എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്നത് സിൽട്ട് എക്സ്ക്ലൂഡേഴ്സ് ആണ്. സിൽട്ട് എജക്ടേഴ്സ് അല്ലെങ്കിൽ സിൽട്ട് എക്സ്ട്രാക്ടേഴ്സ് എന്ന് പറയുന്നത് കനാലിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സിൽറ്റിൻ്റെ എൻട്രിയെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. കനാലിൻ്റെ കുറച്ചും കൂടി ഒരു ഡൗൺ സ്ട്രീം സൈഡിൽ എത്തുമ്പോഴേക്കും എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം വന്നിട്ടുള്ള സിൽറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കനാൽ എജക്ടേഴ്സ് അല്ലെങ്കിൽ കനാൽ എക്സ്ട്രാക്ടേഴ്സ്. The construction in the storage headwork to discharge the surplus water to the downstream side safety is called as spillway. എക്സസ് വാട്ടർ അല്ലെങ്കിൽ എക്സസ് ഡിസ്ചാർജ് വരുമ്പോൾ അതിനെ ഡിസ്പോസ് ചെയ്ത് കളയുന്ന സ്ട്രക്ചേഴ്സാണ് സ്പിൽവേ. The structure built across a river or a stream to form a reservoir is called as dam. നമുക്കറിയാം വിയറും ബാരേജിൻ്റെയും പർപ്പസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഡൈവേർഷൻ പർപ്പസ് ആണ്. ഡ്രെയിനേജ് ഗാലറി യൂസ് ചെയ്യുന്ന ഡാമിൻ്റെ ഇൻസ്പെക്ഷന് വേണ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ ഏരിയ വിച്ച് ക്യാൻ ബി ഇറിഗേറ്റഡ് ബൈ എ കനാൽ സിസ്റ്റം. ഒരു കനാൽ സിസ്റ്റത്തിന് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ ഏരിയ ഇറ്റ് ഇസ് എ ഗ്രോസ് കമാൻഡ് ഏരിയ ആണ്. ഗ്രോസ് കമാൻഡ് ഏരിയയിൽ നിന്ന് ഒബ്സ്ട്രക്ഷൻ മൈനസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ അല്ലെങ്കിൽ CCA. The moisture content of a soil after it is drained under gravity. നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ കുറച്ച് വാട്ടറൊക്കെ ഗ്രാവിറ്റിയുടെ പ്രസൻസ് കാരണം താഴേക്ക് അല്ലെങ്കിൽ ഡീപ്പ് ഡെപ്തിലേക്ക് നല്ല ഡെപ്തിലേക്ക് മൂവ് ചെയ്ത് പോവും. അതിനുശേഷം ഉണ്ടാവുന്ന സോയിലിൽ അല്ലെങ്കിൽ അപ്പർ സോയിൽ ഉണ്ടാകുന്ന വാട്ടർ കണ്ടന്റിനെ പറയുന്ന പേരാണ് ഫീൽഡ് കപ്പാസിറ്റി. സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സോയിലുള്ള ഫുൾ വോയിഡ്സും വാട്ടറായിട്ട് നിറഞ്ഞിരിക്കുക, അതിന് പറയുന്ന പേരാണ് സാച്ചുറേഷൻ കപ്പാസിറ്റി. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ലാസ്റ്റ് വീഡിയോയിൽ എപ്പോഴും ഞാൻ ഫീൽഡ് കപ്പാസിറ്റി സാച്ചുറേഷൻ കപ്പാസിറ്റി ഇങ്ങനെ കൺഫ്യൂസ് ആയി പറഞ്ഞോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. സോ സാച്ചുറേഷൻ കപ്പാസിറ്റി ഫുൾ വോയിഡിൽ വാട്ടർ ഫില്ല് ചെയ്തിരിക്കുമ്പോൾ സോയിലിൻ്റെ വാട്ടർ കണ്ടൻറ്റിന് പറയുന്ന പേരാണ് സാച്ചുറേഷൻ കപ്പാസിറ്റി. വാട്ടർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഗ്രാവിറ്റിയുടെ പ്രസൻസ് കൊണ്ട് കുറേ വാട്ടറൊക്കെ ഡിസ്ചാർജ് ആയി പോകും അല്ലെങ്കിൽ ഡീപ്പ് ഡെപ്തിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് സോയിലിൽ എത്രത്തോളം മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട് അതിനെ പറയുന്നതാണ് ഫീൽഡ് കപ്പാസിറ്റി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.